വെൽക്കം ബാക്ക് അവർ പോയിന്റേഴ്സ് വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അയ്യോ, കോട്ടയിലാണ് പോകുന്നത് ഗൈസ്. കോട്ടയ്ക്ക് പോവാണ് മഴയത്ത്, വല്ലാതെ കുലുകുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, നമ്മൾ കാണിച്ചു തരാൻ. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. കോട്ടയ്ക്ക് വന്നാണ് എന്നിട്ട് കാണിച്ചു തരാം. ഭയങ്കര കുലുക്കാണ്, മഴയാണ്. കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. എന്നിട്ട് നമ്മൾ ഇറങ്ങി നടക്കുന്നില്ല. വാവ്, നമ്മളിപ്പോൾ കോട്ടയിലെത്തി. മഴയാണ്, ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയൊന്നുമില്ല, ചെറിയൊരു പാറ്റലേ ഉള്ളൂ. പാറ്റലൊന്നല്ല, മഴയാണ്. കാണുന്നില്ല കുട പിടിച്ചിരിക്കുന്നത്? എന്താ അല്ലേ കുട പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തേ, കാണിച്ചു തരേ. ഇതാ മഴ പെയ്തു ഗൈസ്. ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് എത്രയാന്ന് നോക്കുവാണ്. ടിക്കറ്റ് എത്രയാ? 25. കോഴിക്കോടുള്ളവർ ഇവിടെ വന്ന് എല്ലാം കണ്ടിട്ട് പോയില്ല. ഞാൻ അന്ന് കണ്ടേരും കാട്ടി നല്ല പച്ചപ്പുണ്ട് ഇവിടെ. നല്ല മഴ പെയ്തതിന്റെ മഴക്കോട എഴുതില്ല ഗൈസ്. കുട തരാത്തടത്ത് പോയതില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഗൈസ് കുട കൊടുക്കുക? അവിടുന്ന് വെള്ളം വരുന്നുണ്ട്. ഇവിടുന്നൊക്കെ നമുക്ക് ഭയങ്കര ചെളിവെള്ളമാണ്. മഴയല്ലേ, ഭയങ്കര മഴയാണ്. ഇവിടുന്നൊക്കെ എന്താ പറയാ, പാട്ട് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ നടക്കാം. അപ്പൊ തന്നെ ഒരു ഫീലിങ്സ് കിട്ടും ഗൈസ്. അയ്യോ, എന്നെ കൂടെ നിന്നിട്ട് ഗൈസ്, ഇവിടെ ഒരു കൂടാരം പോലെ ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇത് അങ്ങോട്ട് പോയിക്ക്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോൾ കോട്ടയിലെത്തി. ഇപ്പൊ നമുക്ക് കോട്ടയുടെ വിശേഷങ്ങൾ കാണാം. ഭയങ്കര മഴയാണ്, പറയുന്നത് എന്താ, നല്ല മഴയുണ്ട്. അപ്പോൾ മഴയത്ത് നമ്മൾ എന്താ വന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. വീഡിയോ എടുക്കണം എന്നുള്ള ഇതുകൊണ്ട് വീഡിയോ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാലല്ലേ ഒരു രസമുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. മഴ ഒരു വൈബല്ലേ. അപ്പോൾ കൂടാരം അവൾ പറഞ്ഞിട്ടില്ലായിരുന്നു. കൂടാരം അതേ ഉണ്ടോ? ഇതാണ് കൂടാരം. ഇതെന്താ അല്ലേ, പുല്ല് ചെടിയാ. ഇതെന്താ സാധനം? വള്ളിച്ചെടി എന്ന് പറയും. ഒരാൾക്ക് കുട നിവർത്താൻ പറ്റുന്നില്ല, എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. കുടയുമായിട്ടുള്ള മല്ലയുദ്ധത്തിനാണ് അവിടെ. എന്താണ് താങ്കളുടെ പ്രശ്നം പറയൂ. കുട നിവരുന്നില്ല, കുട നിവർത്തു, പരിഹരിക്കാം. അവസാനം കുട നിവർത്തി നടക്കുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്? കോട്ടയുടെ ഉള്ളിൽ. ടിക്കറ്റ് എത്ര എടുത്തിന്? നിങ്ങൾ കുറെ ആയാലും ഇവിടെ നിൽക്കുന്നു. കോട്ടയെ കുറിച്ചൊക്കെ പറപ്പ. എന്താണ് സത്യം പറഞ്ഞാല് കോട്ടയെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇതിന് ടിപ്പു സുൽത്താന്റെ കോട്ടയെന്നാട്ടോ പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ അറിവ്. ഇനി തെറ്റുണ്ട് നിങ്ങൾ കറക്ഷൻ ചെയ്തു തരണം കേട്ടോ. എനിക്കറിയില്ല, കുറേ വട്ടം വന്നിട്ടുണ്ട്, എന്നാലും എന്ത് ചെയ്യാനാ അറിയില്ല. അപ്പോൾ നമുക്ക് കോട്ടയുടെ ഉള്ളിലേക്ക് കയറാം. അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട് നമ്മുടെ അടുത്തുനിന്ന് പൈസ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ? കോഴിക്കോടുള്ളവര് വന്നിട്ടുണ്ടാവും എനിക്കറിയില്ല കേട്ടോ. ആ കോഴിക്കോടിനെ കുറിച്ച് പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കോഴിക്കോടിന്റെ പ്രത്യേകത? കോഴിക്കോട് പിന്നെ എന്താ പറയാ, ഈ ഒരു സ്ഥലമില്ല, എന്തേലും കാസർഗോഡ് ബേക്കൽക്കോട്ട പോലെ ഉണ്ട് കേട്ടോ. അതിനെക്കാട്ടിലും മനോഹര കോഴിക്കോട്. അല്ല, ഇവിടെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നൈറ്റ് മറ്റേ സൗണ്ട് ബോക്സ് ഒക്കെ വെച്ചിട്ട് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു വെച്ചതാ. ഇപ്പം ഡാൻസും ഇല്ല, പാട്ടും ഇല്ല. ഇതാണ് അവസ്ഥ. വളരെ പരിതാപകരമായിരിക്കുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് വന്നിരിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കണ്ണൂർ കോട്ട. മഴയത്ത് വരില്ല കേട്ടോ, വെയിലത്ത് വരണം. ഒരുപാട് സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് ഇവിടെ. നല്ല കൊടയിൽ വരുന്ന എല്ലാവരും കൊടയിൽ. ചട്ടകൾ ആരും മെനക്കെട്ട് ഇവിടെ വരാൻ പറ്റില്ല. ആർക്കട്ടോ താങ്ങിയതാണ്. കാണുന്നില്ല, നല്ല പച്ചപ്പല്ല ഗായ്സ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല എന്താ ഇതിൻ്റെ ഒന്ന് പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. കാസർഗോഡ് ബേക്കൽക്കോട്ടേനേക്കാളും എത്രയോ മനോഹരമാണ് കണ്ണൂർ. കാണാനുള്ളത് ചട്ടികപ്പ് അറിയാണ് ഗൈസ്. അവിടെ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ആരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് ജയിലാണോ? ജയിലാണോ എനിക്കറിയട്ടെ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അല്ലാണ്ട് മഴയാണെങ്കിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പഠിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് യുദ്ധം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പഠിച്ചപ്പോൾ എത്ര ക്ലാസ്സിലെ കുട്ടി പഠിച്ചത്? ഞാൻ 3ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. അതാണ് പിള്ളേർക്കൊക്കെ വിവരം എടുത്തിയാറ്.
3ാം ക്ലാസ്സിൽ ഞാൻ എങ്ങനെ പഠിച്ചില്ല. അങ്ങനെ പഠിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതാണ് ഇത് ചെടിയുടെ പേരെന്താ പറഞ്ഞാ അറിയുവാ? ഈ ചെടീൻ്റെ അതറിയില്ല. മഞ്ഞച്ചെടിയാ. ഇതൊരു വലിയ മരമാണ്. ഇത് എന്താ പറയാ, ഇന്ന് ഒരു ഡിസംബർ പൂക്കളുണ്ടാവും, നിറച്ചും പൂക്കളുണ്ടാവും. മഴ പെയ്യുന്ന സമയത്ത് മൊത്തം താഴെ വീഴും. നമ്മുടെ സ്കൂളിലുണ്ട് ഇത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നാലും എനിക്ക് കുറെ പറയാനൊക്കെ. സ്വയം വിവരം ഉണ്ടെന്ന് പൊക്കി പറയുന്ന ഒരു കുട്ടിയാണിത്. സാരമില്ല, നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇതെന്താ അടി പുളിയാ? എനിക്കറിയാൻ പാടില്ല എന്താന്ന്. ഫാമിലി ആയിട്ടും അല്ലാതെ ഒക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണിത്. റിലാക്സേഷൻ. ഇതിലോട്ട് പോയ ഓർമ്മ ഒന്നും എനിക്കില്ല കേട്ടോ. അങ്ങ് കാണുന്ന അവിടെ ലാലേട്ടൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ. തിരുനോട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് ഷൂട്ട് ചെയ്തത്. മാത്രമൊന്നുമല്ല, ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കാറുണ്ട്. പക്ഷെ തിരുനോട്ടം എന്നുള്ളത് ഞാനിപ്പോൾ പഠിച്ച മലയാളത്തിന്റെ ടെക്സ്റ്റിലെ അടിസ്ഥാന പാഠാവലിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. കേരള പാഠാവലി മതി മതി, നീ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. മലയാളം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. തിരുനോട്ടം എന്നുള്ളത് ലാലേട്ടനുള്ള ഒരു കുറിപ്പ്. ഏത് ലാലേട്ടനാ? മോഹൻലാൽ. ഇതൊക്കെ കാട് കയറും കേട്ടോ ഗൈസ്. കുറേയൊക്കെ നമ്മൾ വന്ന തിരുനോട്ടൊക്കെ നടക്കാൻ പറ്റിയ ചുറ്റുപാടായിരുന്നു ഇവിടെ. ഇപ്പോൾ നമ്മൾ വരാത്തതായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറി. ഇപ്പോൾ കാടൊക്കെ ആയി. പിന്നെ അത്യാവശ്യം വൃത്തിയൊക്കെയാണ്. എന്നാലും കാസർഗോഡ് ബേക്കൽ കോട്ടനെക്കാട്ടിലും അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റൂല. മഴയത്ത് നടക്കല്ലേ, പനി പിടിക്കും. എനിക്ക് പനി പിടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് എക്സാം ഇല്ലാതെ. എക്സാം എപ്പോഴാണ്? എക്സാം ഡിസംബർ 11-നാണ്. ഇനി ആകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ആ കുട്ടിയാണ് ഇങ്ങനെ പനി പിടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് മഴയത്തോടെ നടക്കുന്നത്. ഗൈസ് നിങ്ങൾ കാണൂ 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 കാണൂ, ഇങ്ങോട്ട് നോക്കൂ. ചെറിയൊരു പനി വന്നിട്ട് പോവുകയും ചെയ്തു. കുടജാത്രയിൽ നടക്കുന്നത്. നമ്മൾ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓരോ വഴിക്കാണ്. നെക്സ്റ്റ് ട്രിപ്പില് ബാക്കിയുള്ളവരൊക്കെ ഓരോരോ വഴിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. ഒരാൾക്ക് ക്ലാസ് ഉണ്ട്, ഒരാൾക്ക് പണിയുണ്ട്, ഒരാൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്ലാസ്സാണ്. അത് തന്നെ. പിന്നെ പണിയുണ്ട്. എക്സാം എടുക്കാനായി. അതുകൊണ്ട് അതിൻ്റെ ഫീസൊക്കെ കൊടുത്തിരിക്കുക. എത്രയും പെട്ടെന്ന് എക്സാം ഉണ്ടാവും ഇനിയിപ്പോൾ. ഇവിടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതെ, ആരും വരാത്തൊന്നും ഉണ്ടാവില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ആരോ ഒരാൾ ആരോ ഒരാളാ? ഒരാൾ. ഇതാണ് ഗായ്സ്, നമ്മൾ കോട്ടയുടെ നല്ല മനോഹരമായ കാഴ്ചയുള്ള സ്ഥലങ്ങൾക്കടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് എന്താ ഭംഗി. നോക്ക്, എന്താ മനോഹരമായിരിക്കുന്നു. ഗൈസ്, ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മുടെ വർത്തമാനത്തിൽ എന്താ പറയുക, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കും. വരുന്നവർക്ക് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള സൗകര്യം കേട്ടോ അവിടെ ആ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ സ്ത്രീകൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് പോയാൽ മതി കേട്ടോ. കുട്ടിക്ക് നാളെ വരുന്നു. കുട്ടി എന്താണ് ഇങ്ങനെ തിരിയുന്നത് നിന്നിട്ട്? അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോട്ടയിൽ ഇത്ര വിശേഷങ്ങളുണ്ട്. ഈ ഒരു കോട്ടയിൽ എല്ലാ സ്ഥലത്തും സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.